ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ തുണി കൊണ്ട് ഒരു സിമ്പിൾ കുട്ടി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. തുടക്കക്കാർക്കും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന മോഡലാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത് 35 ആണ്. ഇതിന് നമുക്കൊരു അതായത് കൈക്കുഴിയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ലെങ്ത്ത് നമ്മൾ 35 എടുത്തിരിക്കുന്നത്. സീം അലവൻസ് കൂട്ടിയിട്ടാണ് 35 എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറായിട്ട് നമ്മൾ ഇവിടെ നെയിനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഷോൾഡർ എന്ന് പറയാൻ പറ്റില്ല. നോർമൽ കുർത്തിക്ക് നമ്മൾ എടുക്കുക ഒരു 7 വരെയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ കൈക്കുഴി ഒന്നും വേണ്ടാത്ത ഒരു മോഡലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ ഇത്ര ലെങ്തി ആയിട്ട് എടുക്കുന്നത്. നമുക്ക് സാധാരണ ഒരു കുർത്തിക്ക് പാറ്റേൺ വരയ്ക്കുന്ന മാതിരി വേണമെങ്കിൽ ഇതിൽ വരയ്ക്കാം. നോർമൽ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഷോൾഡർ 5 മാർക്ക് ചെയ്യും. അതിനുശേഷം ആം കർവിനും ഞാൻ 5.5 ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് വരയ്ക്കാനുള്ള ഒരു ലൈനും മാർക്ക് ചെയ്യും. പക്ഷേ 5.5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഷോൾഡറിൻ്റെ, അതായത് നമ്മൾ സ്ലീവ് രണ്ടായിട്ട് ഈ 5.5 ആട്ടോ വരിക. അപ്പോൾ കുറച്ച് ടൈറ്റ് ആവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് ഈ ലൈൻ മാറ്റി ഒരു 6 ആയിട്ടാണ്, ആം കർവ് 6 ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വരച്ച 5.5ൻ്റെ ആം കർവില്ലേ, അത് നമുക്ക് വേണ്ട. പകരം നമ്മൾ എന്താ പറയുക, 6 എടുത്തു. കർവ് വരയ്ക്കാനായിട്ട് 6 എടുത്തു. എന്നിട്ട് ആ ലൈനിൽ നിന്നുകൊണ്ട് ഒരു 9 ഇഞ്ച് വരച്ചു. ഈ 9 ഇഞ്ചിൻ്റെ അളവിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും എടുത്തിരിക്കുന്നത്. ഷോൾഡറായിട്ടല്ല, ഷോൾഡറിൻ്റെ അളവെടുത്തിരുന്നത് നമ്മൾ 9 ആണ്. അതേ അളവിന് ഇവിടെ എടുത്തു. നമ്മുടെ സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും. നമ്മൾ ഇവിടെ സ്ലീവ് വരച്ചില്ലേ, ഇത് സ്ലീവ് വരച്ചല്ല, സ്ലീവ് റൗണ്ടിന് നമ്മളിവിടെ ഒരു 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 ആണ്. ഇനി അതിന് തൊട്ട് ഒരു 6.5 ഭാഗത്ത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇത് നമുക്ക് ചെസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതൊരു 8 ഇഞ്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത്ത് 12 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഒരു A-ലൈൻ മോഡലാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്ക് വിത്ത് എടുക്കുന്നത് 4 നെക്ക് ലെങ്ത്ത് 3. എന്നിട്ട് നമ്മൾ സ്ക്വയർ വരയ്ക്കുക. അതിനുള്ളിൽ ചെറിയൊരു ഓവൽ ഷേപ്പിലുള്ള റൗണ്ട് വരയ്ക്കുക. ബാക്ക് നെക്ക് നമ്മൾ 2 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അവിടെ 2 സൈഡും നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ അവിടെ നമ്മൾ ക്രോസ് പീസ് വയ്ക്കും. ഇനി നമുക്ക് വേസ്റ്റ് വയ്ക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്യാം. ഇത് നല്ല വശത്താണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അതായത് വേസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൻ്റെ അളന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് 13 ഇഞ്ച് എടുത്തിട്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് അകത്താണ് കേട്ടോ. അതായത് ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഈ സൈഡിൽ അകത്താണ്. ഇനി ഇതിൻ്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പറയാൻ വിട്ടുപോയി, ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടിനും ചെയ്യണം കേട്ടോ. നെക്കിന് ക്രോസ് പീസ് വെച്ചുകൊണ്ട് മടക്കി അടിക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാം.
ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വേസ്റ്റ് ലെങ്ത്തിൻ്റെ ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുക്കാം. നമ്മൾ അതിന് ശേഷം 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം 2 സൈഡിലും അടിക്കുക. ഇത് അടിക്കേണ്ടത് നല്ല വശത്താണ് കേട്ടോ. 2 സൈഡും അതിൻ്റെ അരിക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ അതിനെ മടക്കുക. ഇത് ചെയ്യുന്നത് നമ്മൾ നല്ല വശത്താണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മടക്കുക. അപ്പോൾ അത് വരെ 13 ഇഞ്ചിലോട്ടേക്കായിരിക്കും. നമ്മൾ 13 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടേക്കായിരിക്കും. ഇതുപോലെ മടക്കി ഇതിൻ്റെ മേലിൽ കൂടെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് വലിച്ചെടുക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ക്ലോത്തും നീറ്റായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ നല്ല വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഉള്ളിലത്തെ വശമല്ലേ, ഉൾഭാഗം കാണിക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഉൾവശത്തേക്ക് എടുക്കുക. അപ്പോൾ ആ ഭാഗവും നമ്മൾ മുൾഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ഇപ്പം നമ്മൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യാം. 4 ഇഞ്ച് വിത്തിലുള്ള ഒരു ഇതുപോലത്തെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലീവിന്മേൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ലീവിൻ്റെ നല്ല വശത്ത് കൂടി ഇതുപോലെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ഇത് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ സൈഡ് രണ്ടും ജോയിൻ ചെയ്യും. അങ്ങനെ ഇനി നമ്മൾ സ്ലീവ് അടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫ്രോക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ.
അങ്ങനെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.